ഹായ് വ്യൂവേഴ്സ്, എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ബെറ്റ് ലൈഫിൻ്റെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് സ്വാഗതം. ജോസ്കോ ബെറ്റ് ലൈഫിൻ്റെ ഈ എപ്പിസോഡിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ആരാന്നറിയണ്ടേ? വെയിറ്റ് ആൻഡ് വാച്ച്. ബെറ്റ് ലൈഫിൽ ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിലെ സീനിയർ ഫിസിഷ്യനായ ഡോക്ടർ സോജൻ കേസ്കറിയാണ്. ഡോക്ടറെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തു. നമസ്കാരം. നമ്മുടെ നാട്ടിൽ ഡയബറ്റീസ് രോഗികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു വരുന്ന ഒരു കാലമാണല്ലോ. എന്താണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ ഡയബറ്റീസിൻ്റെ സ്ഥിതിയെക്കുറിച്ചൊന്ന് പറയാമോ? ഡയബറ്റീസ് ഒരു എപ്പിഡമിക് പോലെ, ഒരു പകർച്ചവ്യാധി പോലെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഏകദേശം 5-1 പ്രായപൂർത്തിയായ ആൾക്കാർ കേരളത്തിൽ ഡയബറ്റിക്കാണ് നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ ഞങ്ങളെപ്പോലെ ടെർഷറി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരുടെ, മെഡിക്കൽ ഡോക്ടർമാരുടെ ഒ പിയിലൊക്കെ ഏകദേശം 70% രോഗികൾ ഡയബറ്റിക് ആയി കഴിഞ്ഞിട്ടുണ്ട്. അതെ, ഇപ്പോൾ ചൈനയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. പക്ഷേ ചൈനയേക്കാൾ ജനസംഖ്യ കുറഞ്ഞ ഇന്ത്യ 2025 ആകുമ്പോഴേക്കും ചൈനയെ പുറന്തള്ളി 1-ാം സ്ഥാനത്തെത്തും. ഒരു ആൾക്ക് പരിശോധിക്കാൻ പോകാതെ തന്നെ ഡയബറ്റീസ് ഉണ്ടോ എന്ന് എപ്പോൾ സംശയിക്കണം? അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ സാധാരണ ഒരു നല്ല ശതമാനം രോഗികളെയും നമ്മൾ കണ്ടെത്തുന്നത് സാധാരണ മറ്റെന്തെങ്കിലും അസുഖങ്ങൾക്കായിട്ട് ഹോസ്പിറ്റലിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പ്രമേഹത്തിനുള്ള പരിശോധന നടത്തും. അങ്ങനെയാണ് പലരെയും കണ്ടുപിടുത്തുന്നത്. എങ്കിലും പൊതുവിലുള്ള ക്ഷീണം, കൂടുതൽ മൂത്രം പോവുക, അല്ലെങ്കിൽ മുറിവുണങ്ങാൻ താമസമുണ്ടാകുക, കാലുകളിൽ മരപ്പുണ്ടാകുക, ഇങ്ങനെയുള്ള നാനാവിധ ലക്ഷണങ്ങളുള്ളവരെ നമ്മൾ തീർച്ചയായിട്ടും ഒരു പ്രായത്തിനും കൂടെ ഒരു പ്രാധാന്യം കൊടുക്കണം. പ്രായം കൂടുതൽ വരുന്നതനുസരിച്ച് സാധ്യത കൂടിക്കൂടി വരുന്നു. സ്കിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പലപ്പോഴും പറയാറുണ്ട്, ജനനേന്ദ്രിയത്തിൻ്റെ അവിടുത്തെ ചെറിയ ക്രാക്സോ മുറിവുകളോ ഒക്കെ ഉള്ള പലരിലും ഈ ഷുഗർ കാണുമെന്ന് പറയുന്നത് ഇത് ശരിയാണോ? അത് വളരെ കറക്റ്റാണ്. നമ്മൾ പലപ്പോഴും രക്തപരിശോധന കൂടാതെ തന്നെ ഈ ആൾ പ്രമേഹത്തിന് അടിമപ്പെട്ടു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ ലിംഗത്തിൻ്റെ ഭാഗങ്ങളിലുണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷൻസ് ഒരു ടെക്സ്റ്റ് ബുക്കാണ്. പ്രധാനമായി 2-3 നിർദ്ദേശങ്ങൾ ഇവർക്ക് കൊടുക്കാനുള്ളത് എന്താണ്? ഒരു പ്രമേഹ രോഗിയെ നമ്മൾ ചികിത്സിക്കുന്നത് 3 രീതിയിലാണ്. ഞാൻ പറയുകയാണെങ്കിൽ ഈ 3 കാര്യത്തിനും ഒരേ പ്രാധാന്യമാണുള്ളത്. 1 ആഹാരപഥ്യം, 2 വ്യായാമം, 3 മരുന്നുകൾ. ഒന്നിനേക്കാൾ ഒന്ന് പ്രധാനം എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. ആദ്യമായിട്ട് നമ്മൾ ഈ രോഗിക്ക് ഒരു ആഹാരപഥ്യമാണ്. പണ്ട് കാലത്തെ പോലെ വളരെ കർശനമായ ആഹാരപഥ്യങ്ങളൊന്നും ഇപ്പോൾ നമ്മൾ പറയാറില്ല. എങ്കിലും മധുരം പദാർത്ഥങ്ങൾ നമുക്കറിയാവുന്ന പോലെ നേരിട്ട് മധുരമുള്ള പാനി, ശർക്കര, ഗ്ലൂക്കോസ് ഇങ്ങനെയുള്ള സാധനങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കണം. കുറഞ്ഞ പക്ഷം അത് ഒരു പ്രധാന ആഹാരത്തിന് ശേഷമായിട്ട് കഴിച്ചാൽ അത്രയും ബുദ്ധിമുട്ടുണ്ടായി എന്ന് വരികയില്ല. അല്ലാതെ ഒരു ചെറിയ അളവിൽ അത്യാവശ്യമാണെങ്കിൽ പറ്റിയേക്കാം, അത് റെക്കമെൻഡേഷൻ അല്ല എങ്കിൽ പോലും. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ ആഹാര രീതിയെ കുറഞ്ഞ അളവിൽ പല പ്രാവശ്യമായിട്ട്, ശരിക്കും പറഞ്ഞാൽ 5 ആഹാര രീതിയാണ്, 5 നേരമായിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും കറക്റ്റ്. 3 പ്രധാന ഭക്ഷണം, അത് രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം. അതുകൂടാതെ ഒരു ലഘുഭക്ഷണം രാവിലെ ഒരു 10-11 ആകുമ്പോൾ, 4 മണിക്ക് അല്ലെങ്കിൽ 4:30 രണ്ടാമത്തെ ലഘുഭക്ഷണം. അങ്ങനെ 5 ഭക്ഷണം. അതുപോലെ ഷുഗർ രാത്രി കുറയുന്ന സ്വഭാവമുള്ളവരാണെങ്കിൽ രാത്രിയിൽ ഒരു ഗ്ലാസ് പാട് നീക്കിയ പാല് കുടിച്ചിട്ട് കിടക്കുന്നതും സഹായിക്കുമെന്ന് പറയുന്നുണ്ട്. ഷുഗർ ഫ്രീ ടാബ്ലറ്റ്, ഈ ടാബ്ലറ്റ് കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ദൂഷ്യഫലങ്ങൾ? തീർച്ചയായിട്ടും അതുകൊണ്ട് യാതൊരു തരക ദൂഷ്യഫലങ്ങളും സാധാരണ ഡോസിലില്ല. ആ പദാർത്ഥങ്ങൾ തന്നെ നമ്മൾ പഞ്ചസാരയ്ക്ക് പകരം കാപ്പിയിലോ അല്ലെങ്കിൽ പായസം പോലെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാനോ പോലും ഉപയോഗിക്കാവുന്നതാണ്. ടേസ്റ്റിൽ കുറച്ച് വ്യത്യാസമുണ്ട്. എല്ലാവർക്കും അത് അത്ര അക്സെപ്റ്റബിൾ ആയിരിക്കത്തില്ല. കറക്റ്റായിട്ട് മധുരം പഞ്ചസാരയുടെ മധുരമല്ല, ചിലർക്ക് അതൊരു ബുദ്ധിമുട്ടാവും. ഈ ഷുഗർ വരുന്നവരെ കുത്തരിയിൽ നിന്ന് ചാക്കരിയിലേക്ക് മാറ്റുകയും 2-3 പ്രാവശ്യം തിളപ്പിച്ച് കഴിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഇതിനെക്കുറിച്ച് എന്താണ്? അത് വളരെ വിചിത്രമായ ചില തെറ്റിദ്ധാരണകൾ അക്കാര്യത്തിലുണ്ട്. കുത്തരിയാണ് ഏറ്റവും നല്ലത്, കാരണം അതിനകത്ത് തവിടുണ്ട്, ഫൈബറുണ്ട്. അതുകൊണ്ട് അതാണ് നല്ല അരി. പിന്നെ ഏതരിയാണെങ്കിലും വേവിച്ച് പിന്നെയും കഴുകി ഊറ്റി എടുക്കുന്നതിൽ ഒരു അർത്ഥമില്ല. കാരണം പഞ്ചസാര കഴുകിയിട്ട് ഊറ്റുന്ന പോലെ ഒരു പരിധിവരെ അതുപോലെ വിചിത്രമായൊരു കാര്യമാണ്. അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. അരിയാഹാരം ഒരു നേരം ഉപയോഗിക്കുകയും ഒരു നേരം ഗോതമ്പ് ഉപയോഗിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഗോതമ്പ് നമ്മൾ സ്വതവേ കൂടുതൽ കഴിക്കുകയില്ല. രണ്ടിൽ നിന്നും ഉണ്ടാകുന്ന കാർബോഹൈഡ്രേറ്റ് ഏകദേശം സമമാണ്. ഒരു വ്യത്യാസമേ ഉള്ളൂ. ഗോതമ്പ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അരി ഉപയോഗിക്കുന്ന പോലെ ചോറ് വിളമ്പി ഇഷ്ടം പോലെ അങ്ങനെ കഴിക്കുകയില്ല.
അതുകൊണ്ട് ഒരു അളവ് കുറവ് അവിടെ വരുന്നു. പിന്നെയുള്ളത് വ്യായാമത്തിൻ്റെ കാര്യമാണ്. അപ്പം വ്യായാമം ഇല്ലാതെ ഒരിക്കലും പ്രമേഹം ചികിത്സിക്കാൻ പറ്റത്തില്ല. കാരണം പ്രമേഹം ഉള്ള രോഗികൾക്ക് 50% പേർക്കെങ്കിലും അവർ മരിക്കുന്നതിന് മുന്നേ ഹൃദ്രോഗം ഉണ്ടാവും. ഹൃദ്രോഗവും പ്രമേഹവും അത്രമേൽ ബന്ധപ്പെട്ട, അതുകൊണ്ടാണോ ഈ കാർഡിയാക് ഈക്വലൻ്റ് എന്നൊക്കെ പറഞ്ഞ കാർഡിയാക് ഈക്വലൻ്റ് എന്ന് പറയുന്നത്. ഒരു പ്രമേഹം ഉണ്ടാകുന്ന ഒരു രോഗിയെ നമ്മൾ പരിശോധിക്കുമ്പോൾ, ഒരു കാർഡിയോളജിസ്റ്റ് കാണുമ്പോൾ, ഹൃദ്രോഗം ഒരു പ്രാവശ്യം ഉണ്ടായ രോഗിയെ കണ്ടതിന് സമമായ അപകട സാധ്യതകൾ ഈ ഡയബറ്റീസ് കൊണ്ട് മാത്രം ഉണ്ട് എന്നാണ് കണ്ടിരിക്കുന്നത്. എത്ര നേരം ഇവർ വ്യായാമം ചെയ്യണം? കൃത്യമായിട്ട് നമ്മൾ ചെയ്യാനാണെങ്കിൽ 45 മിനിറ്റ്സ് ബ്രിസ്ക് വാക്കിംഗ്, സാധാരണ ഒരു 4 to 5 കിലോമീറ്റേഴ്സ്, അതാണ് റെക്കമെൻഡേഷൻ. ഇതൊന്നും വേണമെന്നില്ല. 30 മിനിറ്റ് 2 നേരം അങ്ങനെയൊക്കെ നടക്കുന്നവരുണ്ട്. പിന്നെ നമ്മുടെ ആരോഗ്യസ്ഥിതി, നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ് പോലെ ഏത് ഷട്ടിൽ കളിക്കാം, നീന്താൻ പോകാം, സൈക്കിൾ ചവിട്ടാം. ഏറ്റവും നല്ല വ്യായാമം എന്ന് പറയുന്നത് നീന്തലാണ്. കാരണം നമ്മൾ നടക്കാൻ പോയാലും അല്ലെ ഷട്ടിൽ കളിച്ചാലും ഒക്കെ ചെറിയ ചെറിയ വേദനകളും പരിക്കുകളും ഒക്കെ ഉണ്ടാവും. അതുമാത്രമല്ല, ഏതെങ്കിലും ഒരു ഭാഗമായിരിക്കും നമ്മൾ പ്രധാനമായിട്ടും വ്യായാമത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്, ശരീരത്തിൻ്റെ ഏതെങ്കിലും. നമ്മൾ നീന്തലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉപയോഗിക്കുന്നു. അത് തന്നെയല്ല, ഒരു പരിക്കിനൊരു സാധ്യത പ്രാക്ടിക്കലി അവിടെ ഇല്ല. ഈ റെസ്പിറേറ്ററി മസിൽസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉപയോഗിക്കുന്നു. യാതൊരു വക പരിക്കിനും സാധ്യതയില്ല. അതുകൊണ്ട് നീന്തലാണ് ഏറ്റവും നല്ല വ്യായാമം. ഞാൻ അടുത്ത അതിൻ്റെ ചികിത്സയിലേക്ക് പോകും. എന്തിൽ ഡോക്ടർ തുടങ്ങും ഒരു ചികിത്സ? നമുക്കറിയാമല്ലോ, 2 രീതിയിലാണ്. ഒന്നെങ്കിൽ ഇൻസുലിൻ ഇഞ്ചക്ഷൻ, അല്ലെങ്കിൽ ഗുളികകൾ. അതാണ് ചികിത്സാ രീതി. നല്ല വണ്ണമുള്ള, ആരോഗ്യമുള്ള, മറ്റ് അസുഖങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഇതിൽ മെറ്റ്ഫോമിൻ ഗ്രൂപ്പിൽപ്പെട്ട മരുന്നുകളാണ് ലോകത്തിൽ എല്ലായിടത്തും റെക്കമെൻഡ് ചെയ്തിരിക്കുന്നതും എല്ലാ അസോസിയേഷൻസ് പറഞ്ഞിരിക്കുന്നതും. അത് അതിൻ്റെ പൂർണ്ണ തോതിൽ കൊടുത്തതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ വേറൊരു സെക്കൻഡ് ലൈൻ ഡ്രഗ്സിനെ പറ്റി സാധാരണഗതിയിൽ ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. വളരെയധികം ഗുണങ്ങളുള്ള ഒരു മരുന്നാണ് മെറ്റ്ഫോമിൻ. വെയിറ്റ് കുറയ്ക്കാൻ വലിയ ഉപകാരം ചെയ്യും. നോർമലി താഴെ ഷുഗർ പോകാൻ സാധ്യത വളരെ ഇല്ലെന്ന് തന്നെ പറയാം. വെയിറ്റ് എപ്പോഴും പ്രമേഹ രോഗിക്ക് ഒരു പ്രാധാന്യമുള്ള സാധനമാണ്. വെയിറ്റ് കുറയ്ക്കുന്ന ഒരു മരുന്നെന്ന് പറഞ്ഞാൽ അത് വലിയൊരു അനുഗ്രഹമാണ്. വിശപ്പ് കുറയുന്നു, വെയിറ്റ് കുറയുന്നു, ഷുഗർ നോർമലി താഴെ പോകാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നത്, അതായത് ഷുഗർ നോർമലി താഴെ പോകുന്ന സ്ഥിതി ഷുഗർ കൂടുന്നതിനേക്കാൾ അപകടകാരിയാണ് ഇപ്പോൾ. പ്രത്യേകിച്ച് മിനിമം ഹൃദ്രോഗത്തിൻ്റെ അംശമെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇത് വളരെ സീരിയസ് ആയ പ്രശ്നങ്ങളാണ്. ഗുളിക കഴിച്ചുകൊണ്ടിരുന്ന ആൾ എപ്പോൾ ഇൻസുലിനിലേക്ക് മാറ്റണം? ഏറ്റവും പ്രധാന ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്, സാധാരണ 1 or 2 ഗ്രൂപ്പിൽപ്പെട്ട മരുന്നുകൾ കൊടുത്തിട്ട് പ്രമേഹം കൺട്രോൾ ചെയ്യുന്നില്ലെങ്കിൽ ഇൻസുലിനാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു രോഗിയെ ഓപ്പറേഷൻ വിടുന്നു, ഒരു അനസ്തീഷ്യ കൊടുത്തുള്ള ഒരു ഓപ്പറേഷൻ, തീർച്ചയായിട്ടും ആ ഓപ്പറേഷൻ മുന്നേ തന്നെ നമ്മൾ ഇൻസുലിനാക്കി ഓപ്പറേഷൻ കഴിഞ്ഞ് പേഷ്യൻ്റ് റിക്കവർ ചെയ്യുന്നത് വരെ ഇൻസുലിനേക്കായിരിക്കണം. ഒരു രോഗിക്കൊരു ഹൃദ്രോഗമുണ്ടായി, അല്ലെ കാര്യമായ ഹൃദയ സംബന്ധ അസുഖങ്ങളുണ്ടായാലും ഇൻസുലിനേക്ക് ആക്കേണ്ടതുണ്ട്. കിഡ്നിക്ക് അസുഖം വന്നു, അവിടെയും ആക്കേണ്ടതുണ്ട്. അതുപോലെ ലിവറിന് അസുഖം ഉണ്ടായി, അവിടെയും ഇൻസുലിൻ ആക്കണം. എന്ന് പറഞ്ഞാൽ ഏത് സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളുണ്ടാവും പ്രഗ്നൻസിയിൽ തീർച്ചയായിട്ടും പ്രഗ്നൻസിയിൽ ഇൻസുലിൻ ഉണ്ട്. അടുത്ത കാലത്ത് പലപ്പോഴും പല ആർട്ടിക്കിൾസും കാണാനിടയായി ഈ പ്രഷറിന് കൊടുക്കുന്ന ബീറ്റാ ബ്ലോക്കർ പോലുള്ള മരുന്നുകൾക്കും ഷുഗറിൻ്റെ സാധ്യതയെക്കുറിച്ച് ഉണ്ട്. തീർച്ചയായിട്ടും ബീറ്റാ ബ്ലോക്കേഴ്സ് പോലുള്ള മരുന്നുകൾക്ക് ഒരു സാധാരണയിൽ കവിഞ്ഞ ഒരു ചെറിയ സാധ്യതയുണ്ട്, ഒരു വലിയ സാധ്യതയൊന്നുമല്ല. ബീറ്റാ ബ്ലോക്കർ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ പ്രമേഹം ഉണ്ടാകാനുള്ള സാധ്യത കൊണ്ടുള്ള പ്രശ്നങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് ആവശ്യത്തിൽ എപ്പോഴും ബീറ്റാ ബ്ലോക്കർ ഉപയോഗിക്കുക തന്നെ ചെയ്യണം. പക്ഷേ ഒരു സാധ്യത കൂടുതലുണ്ട്. എന്തായാലും ഡോക്ടർ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ വിശദമായി പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ ഹ്യൂമർ സെൻസോടുകൂടി ഡയബറ്റീസിനെ കുറിച്ച് പറഞ്ഞതിന് വളരെ നന്ദി. നമസ്കാരം.